അപ്പൊ രാവിലെ തന്നെ അങ്ങ് ലഞ്ച് ബോക്സ് നോക്കിയാലോ. വാഴയില വെട്ടുന്ന ഇപ്പൊ ഒരു ചടങ്ങാട്ടോ. ഫുള്ള് കാടും മഴയും തെന്നി അടിച്ച് കിടക്കും. എല്ലായിടവും മഴയൊക്കെ ഉണ്ടോ? എന്തൊരു മഴയാ ഇതില്ലയോ? എന്തോ ചെയ്യും ഇങ്ങനാണെങ്കി? എനിക്ക് തോന്നുന്നു വാവ് വരെ മഴയായിരിക്കുമെന്ന്. അപ്പൊ ചോറും വെച്ച് ചിക്കൻ ഞാൻ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. കറി വെക്കാൻ ഞാൻ കറി അങ്ങനെ വെക്കത്തില്ല. അപ്പൊ ഇച്ചിരി മേടിച്ച് പരട്ടി അങ്ങ് വെക്കും. അപ്പൊ കോവയ്ക്ക എന്നും റൗണ്ടിലൊക്കെ അരിഞ്ഞല്ലേ വെക്കുന്നേ. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാനിങ്ങനെ നീളത്തിലരിഞ്ഞേ. ഇങ്ങനെ ആൾക്കാരിങ്ങനെ ഇങ്ങനെ ആക്കി മെഴുകുവരട്ടി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ചെയ്ത് നോക്കിയത്. വെളിച്ചെണ്ണ ഒരുപാട് വേണം ഇങ്ങനെ ആക്കി എടുക്കുക. ഇച്ചിരി മുരിഞ്ഞ് വരണമെങ്കിലേ. വെളിച്ചെണ്ണ എങ്ങാണ്ട് ഒഴിച്ച് നമുക്ക് മെഴുകുവരട്ടി വെക്കാൻ പറ്റുമോ? കേറി 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 അങ്ങ് പോവുമല്ലേ. അപ്പൊ അമ്പാടിക്കുട്ടന്റെ ലഞ്ച് ബോക്സ് അങ്ങോട്ട് തയ്യാറാക്കി വെച്ചിട്ട് ലച്ചുമോന്റെ എടുത്ത് ലച്ചുമോനും ചൂട് ചോറ് വെച്ച് അവിടെ ഈ പാത്രത്തിലാവുമ്പോൾ നല്ല സ്പേസ് ഉണ്ട്. അവൾക്ക് ചോറ് ഉണ്ണാനും പറ്റും കേട്ടോ. ഞാൻ ഇത് കൂടാതെ ഇതിന്റെ പുറത്ത് ഇച്ചിരി ഉപ്പ് തൂവ കാണിക്കാത്തയാണേ. അവൾക്ക് മാംസമുള്ള കഷ്ണം വേണം. പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ കഷ്ണം എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് കോവയ്ക്ക മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടം. അതുകൊണ്ട് ഈ കൂടുതലും കോവയ്ക്ക പയറ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഈ തക്കാളി കളി സോറി തക്കാളി കറി ഒരു ദിവസം ഞാൻ ഇടാം. അടിപൊളി ടേസ്റ്റായി ഈ കറിക്ക് കേട്ടോ.